ഫണ്ടക്ക് വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു ട്രസ്റ്റ് വാലറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിൻ്റെ സെറ്റിങ്സുകൾ എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കമോൺ. നിങ്ങളുടെ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറോ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ച് ബാറിൽ ട്രസ്റ്റ് വാലറ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ആവും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ ട്രസ്റ്റ് വാലറ്റ് വന്നു. മെറ്റമാസ്ക് മാതിരി തന്നെ ഉള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് ട്രസ്റ്റ് വാലറ്റ്. ഒരു ഡിജിറ്റൽ വാലറ്റാണ്. ഇതിൻ്റെ ഓർഗനൈസർ വന്നിട്ട് ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ്. ലോകോത്തര ടയർ 1 നിൽക്കുന്ന എക്സ്ചേഞ്ചുകളിൽ ഏറ്റവും നമ്പർ 1 പോപ്പുലാരിറ്റി കൂടുതലും ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡിംഗ് നടക്കുന്നതുമായ ഒരു എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. അവരുടെ തന്നെയാണ് ഈ ട്രസ്റ്റ് വാലറ്റ്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി ഓക്കെ ആക്കി ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഇനി വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ന്യൂ വാലറ്റ്, ആഡിങ് എക്സിസ്റ്റിംഗ് വാലറ്റ്. ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ട്രോൺ വാലറ്റ് ഇങ്ങനെയുള്ള വാലറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവിടെ ഒരു 12 കീവേഡ് നമുക്കുണ്ടാകും. ആ 12 കീവേഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ട്രസ്റ്റ് വാലറ്റും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിന് മുമ്പത്തെ മെറ്റാമാസ്കിൻ്റെ വീഡിയോയിൽ ഞാനത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഉപയോഗിച്ചാലും അവിടെ നമുക്ക് 12 കീവേഡ് ഉണ്ടാകും. ആ കീവേഡ് ഉപയോഗിച്ചിട്ട് കൊണ്ട് നമുക്ക് ഏത് വാലറ്റും ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പുതിയതായിട്ട് ഒരു ട്രസ്റ്റ് വാലറ്റ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. സീക്രട്ട് ഫേസിൻ്റെ അവിടെ നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞ് നമ്മൾ നോർമലി ബാക്കപ്പ് മാനുവലി എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകളെല്ലാം നമുക്ക് പാസ്വേഡുകൾ ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പലരും ഫോൺ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗൂഗിൾ ID ആയിരിക്കും അതിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ മാറുന്ന സമയത്ത് അതൊരു പ്രോബ്ലമായി മാറും. അതുകൊണ്ട് നോർമലി ബാക്കപ്പ് മാനുവലി ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന കണ്ടീഷൻസ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അമർത്തുമ്പോഴത്തേക്കും നമുക്ക് 12 കീവേഡുകൾ അവിടെ കാണിക്കും. ഇതാണ് നിങ്ങളുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൻ്റെ താക്കോൽ. ഒരിക്കലും നിങ്ങളിത് കളയരുത്. എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ എഴുതി വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മളത് കോപ്പി ചെയ്ത ശേഷം കണ്ടിന്യൂ നിൽക്കുമ്പം അത് ഷഫിൾ ചെയ്ത് വരും. നമ്മൾ മെറ്റാമാസ്കിൽ കാണിച്ച അതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ കോപ്പി ചെയ്തു കണ്ടിന്യൂ കൊടുത്തു. എന്നിട്ട് ഈ കോപ്പി ചെയ്തത് നമ്മൾ ഏതെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിലിലോ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ആ ഷഫിൾ ചെയ്തതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. ഇത് ആർക്കും നിങ്ങൾ കൈമാറാൻ പാടില്ല, ആരെയും കാണിക്കാനും പാടില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ്. ഒരു ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഷഫിൾ ചെയ്ത് വന്നിരിക്കുന്നതിൻ്റെ ആദ്യത്തെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ സ്ട്രീറ്റാണ്, രണ്ടാമത്തത് മാർക്കറ്റാണ്. നമ്മളൊന്ന് പോയി നോക്കാം. ട്രസ്റ്റ് വാലറ്റിലേക്ക് വീണ്ടും പോകുന്നു. അവിടെ ആദ്യത്തെ സ്ലോട്ടിൽ വന്നിരിക്കുന്ന വേർഡ് നമ്പർ 1 അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ എന്താണ്, സ്ട്രീറ്റാണ്. ഇവിടെ ഷഫിൾ ചെയ്താണ് വന്നത്, കണ്ടോ. നമ്മളപ്പോൾ സ്ട്രീറ്റ് അവിടെ ടാപ്പ് ചെയ്യുക. പിന്നെ അടുത്തത് വേർഡ് നമ്പർ 4 ആണ് ചോദിക്കുന്നത്. 4ലെ ആ സ്ലോട്ടിൽ 4 ഏതാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ 4 നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 ഒളിമ്പിക് എന്ന് പറഞ്ഞാൽ അതാണ് നമ്പർ 4 സെൻറ്ററിൽ കിടക്കുന്നത്. അത് ടാപ്പ് ചെയ്തു. അടുത്തത് വേർഡ് നമ്പർ 7 ആണ്. അതിൽ 7 ഏതാണ് വന്നിരിക്കുന്നത്, ഗ്ലൂ ആണോ, വൈഡ് ആണോ, വിന്നർ ആണോ എന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 വിന്നർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിന്നറിൻ്റെ അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, ടാപ്പ് ചെയ്തു. അടുത്തത് 10th വേർഡ്, 10ാമത്തെ വേർഡ് ഏതാണെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, 10ാമത്തെ വേർഡ് ആ സെൻറ്ററിൽ കിടക്കുന്ന ബസ്സാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക.
നമുക്ക് ഒരു 6 ഡിജിറ്റിൻ്റെ നമ്പറും കൂടെ നമ്മളിവിടെ കൊടുക്കണം. ഞാനിപ്പം തൽക്കാലത്തേക്ക് 1 2 3 4 5 6 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജനനത്തീയതിയോ ഫോൺ നമ്പറോ മൊബൈലിൻ്റെ ലാസ്റ്റ് ഡിജിറ്റോ ഇതൊക്കെ കൊടുത്തിട്ട് 2 പ്രാവശ്യം കൊടുക്കുക. കൺഫേം പാസ്വേഡും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോഴത്തേക്കും ബയോമെട്രിക് ചോദിക്കും, നിങ്ങളുടെ തമ്പ് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ് യൂസ് ട്രസ്റ്റ് വാലറ്റ് അലോ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പോപ്പപ്പും നോട്ടിഫിക്കേഷനും ഒക്കെ വരാൻ വേണ്ടിയാണ്. അപ്പം ഓപ്പണായി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് കിടക്കുക. മെയിൻ വാലറ്റ് ഡോളർ ബേസ് ആയിരിക്കും കാണിക്കുക. നമുക്കത് ചേഞ്ച് ചെയ്യാം. താഴത്ത് കുറേ ഇൻ്റർഫേസ് ഉണ്ട്. മെയിൻ വാലറ്റ് നമ്പർ 1 എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് വെക്കാം. പേര് വെക്കണമെങ്കിൽ ആ മെയിൻ വാലറ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോഴത്തേക്കും മെയിൻ വാലറ്റിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു 3 ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മെയിൻ വാലറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പേര് എന്താണോ പേര് വെക്കുന്നത് പേര് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മാനുവലി എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് കൊടുത്താൽ ആ 12 കീവേഡ് ഗൂഗിളിലേക്ക് പേസ്റ്റ് ആയിക്കോളും. ഇവിടെ ഞാൻ എൻ്റെ പേര് കൊടുത്തു. മുകളിൽ ടിക്ക് മാർക്കിന് ഇവിടെ ടിക്ക് കൊടുത്തപ്പോഴത്തേക്കും എൻ്റെ പേരായി. ഇപ്പം ഈ വാലറ്റിന് എൻ്റെ പേരായി. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ആ ഡോളർ നമുക്ക് INR മാറ്റാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഇടത് സൈഡിൽ മുകളിൽ കാണുന്ന സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റിലെ കാണുന്നത് തന്നെ കറൻസിയാണ്. കറൻസി മോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ INR എന്ന് പറഞ്ഞ ആ ഒരു പെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. INR ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് INRയിലേക്കായിരിക്കും പിന്നെ കാണിക്കുക. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, ഹൈഡ് ചെയ്ത് വെക്കാം, ഓപ്പൺ ചെയ്യാം, വീണ്ടും ഹൈഡ് ചെയ്യാം. ഇപ്പോൾ BTC ഉണ്ട്, ഇതേറിയം ഉണ്ട്, മാറ്റിക്, BNB. നോർമലി ഒരു 4-5 ക്രിപ്റ്റോകളായിരിക്കും വന്ന് കിടക്കുക. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ റിസീവ് അഡ്രസ്സ്. പിന്നെ ട്രസ്റ്റ് വാലറ്റിൽ എല്ലാ കോയിൻസിൻ്റെയും റിസീവ് അഡ്രസ്സ് സെയിം തന്നെ ആയിരിക്കും. അപ്പം ട്രസ്റ്റ് വാലറ്റിൻ്റെ അഡ്രസ്സാണ് നമ്മുടെ എല്ലാ കോയിൻസിൻ്റെയും റിസീവ് അഡ്രസ്സ്. ഇപ്പം BNB ആണെങ്കിലും TWT ടോക്കൺ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഓൺ ടോക്കൺ ആണ്. എല്ലാത്തിൻ്റെയും റിസീവ് അഡ്രസ്സ് സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ റിസീവ് അഡ്രസ്സാണ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക, കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. നമുക്ക് വേണമെങ്കിൽ കോയിൻ ഇവിടെ ആഡ് ചെയ്യാം. ഡിസ്കവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ബ്രൗസർ. നമ്മൾ മെറ്റാമാസ്കിൽ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഡാപ്പൊക്കെ ചെയ്യുന്നത് പോലെ ഇവിടുത്തെ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഡിസ്കവർ. മുകളിൽ നമുക്ക് സെർച്ച് ബാറിൻ്റെ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. പിന്നെ പാൻകേക്ക് സ്വൈപ്പ് എന്ന് പറഞ്ഞാൽ ഡെക്സ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് പാൻകേക്ക് സ്വൈപ്പ്. അവിടെ നമുക്ക് കോയിനുകൾ വാങ്ങാനും അല്ലെങ്കിൽ കോയിനുകൾ സ്വൈപ്പ് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇവിടെ പാൻകേക്ക് സ്വൈപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുക. BNB സ്മാർട്ട് ചെയിനിലായിരിക്കും ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അത് നമുക്ക് BNB ഗ്യാസ് ഫീസായിട്ട് കൊടുക്കേണ്ടതുണ്ട്. വിശദമായ വീഡിയോ നമ്മളത് പിന്നീട് ചെയ്യുന്നുണ്ടാവും. പാൻകേക്കിൽ നമുക്ക് എങ്ങനെ കോയിൻ സ്വൈപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ ബൈ എടുക്കാം, എങ്ങനെ സെൽ ഔട്ട് ചെയ്യാം. കാരണം ഇനി വരുന്ന ഒരു പുതിയൊരു പ്രൊജക്റ്റ് നമ്മുടെ കേരളത്തിൽ ലോഞ്ചായി വരുന്നതേ ഉള്ളൂ. നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ പ്രൊജക്റ്റിന് വേണ്ടി ട്രസ്റ്റ് വാലറ്റും അല്ലെങ്കിൽ ഡെക്സ എക്സ്ചേഞ്ച്, നമ്മുടെ പാൻകേക്ക് എക്സ്ചേഞ്ചും ഒക്കെ നമുക്ക് ഇതിന് ആവശ്യമായി വരും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക, ഇത് എങ്ങനെയൊക്കെയാണ് ട്രസ്റ്റ് വാലറ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമുക്ക് ഹിസ്റ്ററിയാണ്, ബൈ എടുക്കുന്നതും സെല്ലെടുക്കുന്നതും. അതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹിസ്റ്ററി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് കോയിൻ വേണമെങ്കിൽ ADA ആഡ് ചെയ്യാം, XRP ആഡ് ചെയ്യാം, സൊലാനോ ആഡ് ചെയ്യാം. അവിടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിൻസ് എല്ലാം നമ്മുടെ ഹോം പേജിലേക്ക് വരും. കണ്ടോ, ഇപ്പോൾ അത്രയും കോയിനുകൾ നമുക്ക് ഹോം പേജിലേക്ക് എടുത്തിട്ടുണ്ട്. മാനേജ് ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു കോയിൻ കോൺട്രാക്റ്റ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. നമ്മൾ മെറ്റാമാസ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് കോൺട്രാക്റ്റ് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് നെറ്റ്വർക്കാണ് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കോൺട്രാക്റ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നെയിം, സിമ്പിൾ, ടിക്കർ നെയിം, ഡെസിമൽ എല്ലാം കാണിച്ച് താഴത്ത് ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ
ഏത് കോയിനാണോ ആ കോയിൻ നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് കോയിനുകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. മെറ്റാമാസ്ക് മാതിരി തന്നെ ഉള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ്. ഇന്ന് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വാലറ്റും കൂടാണ് ട്രസ്റ്റ് വാലറ്റ്. കാരണം തികച്ചും യൂസർ ഫ്രണ്ട്ലി ആണ്. ഇവിടെ നമുക്ക് സ്വൈപ്പ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള ഡെക്സ് എക്സ്ചേഞ്ചുകൾ, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ കൈകാര്യം ചെയ്യാനും ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് കൂടിയാണ് ട്രസ്റ്റ് വാലറ്റ്. അതുകൊണ്ട് തന്നെ 90% ആൾക്കാരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റായ ഈ ട്രസ്റ്റ് വാലറ്റ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിളാക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാക്രമം നിങ്ങളുടെ കൈകളിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഏവരിലേക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കും ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫണ്ട് അക്കൗണ്ടിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.